السلام عليكم أهلا وسهلا ومرحبا بكم إلى حلقتنا حلقة جديدة مهمة جدا. അറബിക് യൂണിയുടെ ഏറ്റവും പുതിയ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അറബി ഭാഷയിലെ അക്ഷരങ്ങളുടെ ഉച്ചാരണം, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ വളരെ ക്ലിയറായി പറയേണ്ടതുണ്ട്. അല്ലെങ്കിൽ ആ അക്ഷരം തന്നെ മാറിപ്പോവുകയും വാക്ക് തന്നെ മാറിപ്പോവുകയും ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതോടൊപ്പം ഞാൻ ചേർക്കുന്നുണ്ട്. ഓക്കെ, ഇന്ന് നിങ്ങളോടൊപ്പം നമ്മുടെ അതിഥി ഉസ്താദ് മുഹമ്മദ് മിൻഹാജ്, അത് ഹഫീദി, എൻ്റെ പേരമകനാണ് അദ്ദേഹം. വളരെ ഉസ്താദ് മുഹമ്മദ് മിൻഹാജ് വളരെ നന്നായി പ്രൊനൗൺസിയേഷൻ, അക്ഷരസ്ഫുടത അറബി ഭാഷയിലുള്ളത് കൊണ്ട് മോനെ ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് നാം പഠിക്കുന്നത്, അദ്ദേഹം പറഞ്ഞല്ലോ മുഹമ്മദ് മിൻഹാജ് എന്ന്. നമുക്കറിയാം ഹ എന്ന അക്ഷരം തൊണ്ടയുടെ സെൻറ്ററിൽ നിന്ന്, നടുവിൽ നിന്ന്, മിൻ വസത്തിൽ ഹൽക്ക്, ഹൽക്ക് ഹൽക്ക് എന്നാൽ തൊണ്ട എന്നാണ്, തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്ന് വരുന്ന ഒരക്ഷരമാണ് ഹ. ഹ എന്നാണത്. ഓക്കെ, അതാണ് ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം. ഓക്കെ, ഹ. ചില ഉദാഹരണങ്ങൾ നമുക്ക് മോനോട് തന്നെ ചോദിക്കാം. ഒരു ഹ വെച്ചിട്ടുള്ള ഒരു പേര് പറയാമോ? അഹ്മദ്. അഹ്മദ്, മാഷാ അല്ലാഹ്. അഹ്മദ് എന്ന് പറയരുത്, അഹ്മദ്. വേറെ പേര് പറയൂ. മുഹമ്മദ്. മാഷാ അല്ലാഹ്. ഒന്നുകൂടി പറയൂ. മുഹമ്മദ്. മുഹമ്മദ്, മുഹമ്മദ് എന്ന് പറയാം. ഓക്കെ, അഹ്മദ്, യാ അഹ്മദ്, യാ ഉസ്താദ് അഹ്മദ് എന്ന് വിളിക്കണം, യാ ഉസ്താദ് മുഹമ്മദ് എന്ന് വിളിക്കണം. ഓക്കെ, ഓരോന്നും. ഇപ്പോൾ ഈ നമ്മൾ ദേഷ്യം പിടിക്കുമ്പോൾ കഴുത, നീ ഒരു കഴുതയാണെന്ന്, കഴുതക്ക് എന്താ അറബി പറയാം? ഹിമാർ. ഉറക്കെ പറയുമോനെ? ഹിമാർ. ഹിമാർ. കണ്ടോ, ഹ എന്നാണ്, ഹിമാർ അല്ല. യാ ഹിമാർ എന്ന ആളുകൾ ദേഷ്യം പിടിച്ച് പറയാറുണ്ട്. അതുപോലെ കയറ്, കയറിന് അറബിയിൽ എന്താ പറയുമെന്ന് പറയാമോ? ഹബൽ. എന്തൊരു പറഞ്ഞേ? ഹബിൽ. ഹബിൽ എന്ന് പറയും, ഹബിൽ എന്നാണ് പറയാം. ഓക്കെ, ഒന്ന് നാം എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് ഒന്ന്. ഒന്ന് എന്താണ് പറയാ? മാഷാ അല്ലാഹ്. എന്നൊരു പറഞ്ഞേ? വാഹിദ്. വാഹിദ്, വാഹിദ്. അങ്ങനെ നിങ്ങൾ പറഞ്ഞു നോക്കൂ. വാഹിദ്. മോനെന്ന് പറഞ്ഞു തന്നൂടി. വാഹിദ്. ഓക്കെ, വാഹിദ്. ആ ഒരു ഉച്ചാരണം തന്നെ വരണം, ഹ എന്ന് പറയണം. ഓക്കെ, നമ്മൾ സാധാരണ പറയാറുണ്ട് യാ ഹബീബി, യാ ഹബീബി. ഹബീബ് എന്ന ഇഷ്ടപ്പെട്ട ആളെന്നാണ്, ഹബീബ് എന്ന് പറയും. ഓക്കെ, അപ്പം ചില വാക്കുകളെ നമുക്കിവിടെ നിന്ന് പരിചയപ്പെടാം. മിഠായിക്ക്, മിഠായി നമുക്കറിയാം, അറബി ഭാഷയിൽ നിന്ന് ധാരാളം വാക്കുകൾ മലയാളത്തിലേക്ക് വന്നിട്ടുണ്ട്. പഴയ ആളുകളൊക്കെ പ്രൊണൗൺസിയേഷൻ വളരെ ക്ലിയർ ആയി പറയാറുണ്ടായിരുന്നു. സാധാരണ മലബാറിലേക്ക് ആ വാക്ക് ഉപയോഗിക്കാറുണ്ട് ഇപ്പോഴും. മിഠായിക്ക് എന്താ പറയാൻ അറിയാമോ? ഹലാവ. മാഷാ അല്ലാഹ്. ഒന്നൊരു പറഞ്ഞേ? ഹലാവ. ഹലാവ. ഹലാവ എന്ന് പറയും. ഓക്കെ, ഹൽവ എന്നൊക്കെ നമ്മൾ പറയല്ലോ, വീട്ടിൽ നിന്ന് വാങ്ങുന്ന സാധനം കഷ്ണം മുറിച്ച് കൊടുക്കുന്ന, എന്തായാലും പേര് പറയാം? അവർക്ക് പറയും ഹലുവ. ഹലുവ, ഹലുവ എന്നൊക്കെ പറയില്ല, അത് ഹലുവ എന്ന് പറഞ്ഞ സാധനം ഹൽവ എന്ന് വന്നാണ്. മധുരം എന്ന ഹുലു, ഹുലു എന്നാല് മധുരം എന്നാണ്. എന്താണ് ഹുലു എന്നാല്? എങ്ങനെയാണ് ഹുലു എന്നാ പറയുക? എന്ന് പറഞ്ഞേ. നമ്മളിപ്പോ വിഷയം കൈഫ് അൽ ഹാൽ എന്ന് ചോദിക്കുമല്ലോ. കൈഫ് ഹാലക്? അൽഹംദുലില്ലാഹ്. ഓർക്കെ പറയും? അൽഹംദുലില്ലാഹ്. 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 എനിക്ക് സുഖമാണെന്ന് പറഞ്ഞേ? സൈൻ അൽഹംദുലില്ലാഹ്. സൈൻ അൽഹംദുലില്ലാഹ്. അന ബിഖൈർ എന്നെങ്ങനെ പറയാം? അന ബിഖൈർ. ഉറക്കെ പറയും. അന ബിഖൈർ. ഓക്കേ, ഈ ഖായുടെ ഉച്ചാരണം നേരത്തെ ഞാൻ പഠിപ്പിച്ചിരുന്നു. അന ബിഖൈർ. അന ബിഖൈർ എന്ന് പറയുന്നത് അത് അത്ര ക്ലിയർ അല്ല, അതുകൊണ്ട് അത് നമ്മൾ പറഞ്ഞു ശീലിക്കണം. അന ബിഖൈർ എന്ന് അത് നിങ്ങൾ നേരത്തെ ഞാൻ പഠിപ്പിച്ചിരുന്നു. ഇപ്പൊ മോനെ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് പറയുന്നു അന ബിഖൈർ. അൽഹംദുലില്ലാഹ്. അന സൈൻ അൽഹംദുലില്ലാഹ്. അല്ലെ, എന്താണ് പറയാ? അൽഹംദുലില്ലാഹ്. ഓക്കെ, മനസ്സിലായില്ലേ? അങ്ങനെ തന്നെ പറയണം. ഇനി ചില വാക്കുകൾ ഞാൻ പറയുന്നു, മോന് കൂടെ പറയുക. മൃഗം, നീ ഒരു മനുഷ്യനല്ല, മൃഗമാണ്, അല്ലെങ്കിൽ അത് മൃഗമാണ് എന്ന് പറയാറുണ്ട്. അതൊരു മൃഗമാണ്, അതിന് പറയും ഹൈവാൻ. മാഷാ അല്ലാഹ്, യഅരിഫ് കുല്ലു ഷൈ. എന്താണ് പറയാ? ഹൈവാൻ. ഹൈവാൻ എന്ന് പറയും. ഹൈവാൻ. അന മാഫി ഹൈവാൻ. അന ഇൻസാൻ മാഫി ഹൈവാൻ. ദേഷ്യം പിടിക്കുമ്പോൾ ബംഗാളികളൊക്കെ പറയുന്നുണ്ട് അന ഇൻസാൻ യാഖി മാഫി ഹൈവാൻ. ഞാൻ മനുഷ്യനാണ്, മൃഗല്ല എന്ന് പറയും. എന്താ പറയാ? അന ഇൻസാൻ. അന ഇൻസാൻ ഹൈവാൻ. മാഫി മാഫി ഹൈവാൻ. ഓക്കേ, മാഫി ഹൈവാൻ. ഓക്കെ, കള്ളൻ. അതാ കള്ളൻ വരുന്നു എന്ന് പറയാൻ പറയും ഹറാമി എന്ന് പറയും. എന്താ പറയല്? ഹറാമി. എന്ന് പറഞ്ഞേ? ഹറാമി. ഓക്കെ, ഹറാമി എന്ന് പറയും. ബസ്, ബസ്സിന് പറയാറുണ്ട് ഹാഫില എന്ന് പറയും.
ഇപ്പം നമ്മൾ വലിയ ബസ് ടൂറിസ്റ്റ് ബസ്സൊക്കെ ഉണ്ടാവില്ലേ, ഹാഫില സിയാഹിയ, സിയാഹിയ ആണത്. അപ്പം എന്താണ് പറയുന്നത്, ഹാഫില. ഞാൻ അതിൻ്റെ ചിത്രം ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് എഴുതി കാണിച്ചതിൻ്റെ ഫോട്ടോസ്. ഓക്കെ, പറഞ്ഞു. ഹാഫില. ഹാഫില മച്ചായിക്കൂനിൽ ഹാഫില. എപ്പോഴാണ് ബസ് ഉണ്ടാവുക എന്ന് ചോദിക്കാൻ ഹാഫില എന്ന് ചോദിക്കണം, മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ ഇരുമ്പ് എന്നതിന് പറയും, എന്താണ് പറയാ, ഹദീദ് എന്ന് പറയും. ഹദീദ്. ഓക്കെ, പറഞ്ഞവർക്ക് ഹദീദ്. ഓക്കെ, ഹദീദ് എന്നാൽ ഇരുമ്പ് എന്നാണ്. ഓക്കെ, പിന്നെ അതുപോലെ കടല്, സമുദ്രം, കടല് എന്നതിനൊക്കെ പറയുന്ന ഒരു പേരുണ്ട്, അറിയാമോ? ബഹർ. എന്താ പറയാ? ബഹർ. ബഹർ, അബ്ഹർ, ബഹർ, സാഹിൽ അൽ ബഹർ. ബഹർ കടലിൻ്റെ അടുത്തുള്ള ബീച്ച് എന്ന് പറയാൻ. ഓക്കെ, അതുപോലെ നമ്മളിപ്പോൾ ഒരു യാത്ര പോകുമ്പോൾ അവിടെയൊക്കെ വിശ്രമ കേന്ദ്രങ്ങൾ ഉണ്ടാവും. വലിയ ഈ ഇപ്പോൾ ജിദ്ദ, മക്ക, മദീന, റിയാദ്, ദുബായ് ഒക്കെ പോകുന്ന വഴിയിൽ യാത്രക്കാർക്ക് വിശ്രമിക്കാനുള്ള കേന്ദ്രം ഉണ്ടാകും. അതിൻ്റെ പേരെന്താണെന്ന് അറിയാമോ? ഇസ്തിറാഹ എന്നാണ് പറയാം. എന്താണ് പറയാ പറഞ്ഞേ? ഇസ്തിറാഹ. മാഷാ അല്ലാഹ്, സൂപ്പർ. പാല്, നമ്മളിപ്പോ ഒരു പാലിന് അറബിയിൽ സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഒരു പേരുണ്ട്, ഹലീബ്. ഓക്കെ, ഓർക്ക പറയും. ഹലീബ്. മാഷാ അല്ലാഹ്, ഹലീബ്. എന്താണ് പറയാ? ഹലീബ്. ഇനി ഒരു സംഗതി കൂടി പറയാം, നിങ്ങൾക്ക് എപ്പോഴും ഉപയോഗിക്കേണ്ട ഒരു വാക്കാണ് ചാർജർ ഉണ്ടോ. നിങ്ങൾ ഒരു ഷോപ്പിൽ ചെന്ന് അവിടെ ചാർജർ വാങ്ങാൻ ചെല്ലുകയാണ്, ഇവിടെ ചാർജർ ഉണ്ടോ, അതിന് പറയുക ഷഹൻ എന്നാണ്. എന്താണ് പറയുക? ഷഹൻ. മാഇന്ദി ഷഹൻ, എൻ്റെ മൊബൈലിൽ മാഫി ഫി ജവാലി ഷഹൻ മാഫി, ഇവിടെ ഷഹൻ ചാർജ് ഇല്ല, അതിൽ ക്യാഷ് ഇല്ലാഞ്ഞാലും പൊതുവെ പറയല്ലോ ചാർജ് ഇല്ലാന്ന്, അങ്ങനെ പറയും ഷഹൻ. എന്താണ് പറയാ? ഷഹൻ. ഷഹൻ. തമാം. അതേപോലെ തന്നെയാണ് കാർഗോക്കും ഷഹൻ എന്ന് പറയും. കാർഗോ എന്താ പറയാ? ഷഹൻ. ഷഹൻ. അതുപോലെ ഈ ട്രെയിലർ ഉണ്ടല്ലോ, വണ്ടി, വലിയ വണ്ടി, വലിയ ട്രെയിലർ, ആ വണ്ടിക്ക് പറയും സയ്യാറ ഷാഹിന എന്ന് പറയും. സയ്യാറ ഷാഹിന. ഷാഹിന. സയ്യാറ എന്ന് പറഞ്ഞ വാഹനം, സയ്യാറ ഷാഹിന ഹെവി വണ്ടിയാണ്, ലോഡ് വണ്ടി. ഷഹിന ലോഡ് എന്നർത്ഥം. ബീഫ്, ഇറച്ചി എന്നൊക്കെ പറയുന്നതിന്റെ വാക്കുണ്ട്, ലഹം എന്നാണ് പറയാ. എന്താ പറയാ? ലഹം. ലഹം എന്ന് പറയും. അപ്പൊ നിങ്ങൾ സാധാരണ എന്താ വിശേഷം എങ്ങനെ ചോദിക്കാം? കൈഫൽ ഹാൽ. ഓക്കെ പറയും. കൈഫൽ ഹാൽ. അതാ കണ്ടോ, കൈഫൽ ഹാൽ എന്നല്ല മോൻ പറഞ്ഞത്, കൈഫൽ ഹാൽ എന്നാണ്. എന്താണ്? കൈഫൽ ഹാൽ. ഓക്കെ, ഇതെന്റെ സുഹൃത്താണ് എന്ന് പറയാൻ ഹാദ സാഹിബി എന്ന് പറയും. സാഹിബ്. എന്താണ് പറയാ? സാഹിബ്. നമ്മൾ സാധാരണ മലയാളത്തിൽ പറയാം മുഹമ്മദ് സാഹിബ്, അഹമ്മദ് സാഹിബ്, ജമാൽ സാഹിബ് എന്നൊക്കെ പറയല്ലോ. സാഹിബ് എന്താണ് പറയാ? സാഹിബ്. അത് അറബിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും വലിയ പദങ്ങളെ നിങ്ങൾ പരിചയപ്പെട്ടു. ഷിസ്മക്ക് അഖൂയ മുഹമ്മദ് മിൻഹാജ്. മാഷാ അല്ലാഹ്, ഹാദാ ഹു മുഹമ്മദ് മിൻഹാജ്. കൈഫ് ഹാലക്? زين الحمد لله. ما شاء الله. شكرا يا أخوي. عفوا. مع السلامة. വളരെ നന്നായി പ്രസന്റ് ചെയ്ത ഉസ്താദ് മുഹമ്മദ് മിൻഹാജിനും നിങ്ങൾക്കൊക്കെയും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ഭാഷ കൃത്യമായും പറയാൻ പഠിക്കുക, അക്ഷരങ്ങളുടെ പ്രൊനൗൺസിയേഷൻ വളരെ നന്നായി പ്രസന്റ് ചെയ്യുക. ഓക്കെ, ശുക്രൻ ലക്കും ലിഹുസ്നി ഇസ്തിമാഇക്കും മാന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂടുതൽ പഠനത്തിനും കൂടുതൽ അറിവിനും ഇതാ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് പഠന ക്ലാസ് നിരന്തരം പഠിപ്പിച്ചുകൊണ്ട് അറബി ഭാഷ അറബികളെപ്പോലെ പറയാൻ പഠിപ്പിക്കുന്നു. തഹദ്ദസിൽ ലുഗൽ അറബിയ്യ മിസ്ലൽ അറബ്, അറബികളെപ്പോലെ അറബി പറയാൻ പഠിപ്പിക്കുന്ന ഒരു അക്കാഡമിയാണ്. ആ അക്കാഡമി നിങ്ങൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് താഴെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതാണ്. ഇപ്പം നോക്കുക, നിങ്ങൾ മോനെ ഇവർ കേട്ടുപഠിക്കുന്നതാണ്, കേട്ട് പഠിക്കുന്നതാണ്. കുറച്ച് നാൾ ഗൾഫിലുണ്ടായിരുന്നു, അവിടെ വെച്ചും കേട്ട് പഠിക്കാൻ. ഇങ്ങനെ ചെറുപ്പത്തിലേ നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഈ ഭാഷ പഠിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ശുക്രൻ. അഫ്വാൻ. മഅസ്സലാമ. മഅസ്സലാമ. യമാനില്ലാഹ്. അസ്സലാമു അലൈക്കും.